അടുത്ത ജനറൽ ഡിഫൻസ് ആണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 25 തൊട്ട് 30 വരെയാണ് ഡിഫൻസ് ഓഫ് കൺസെൻറ്റിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 25 ഓഫ് ദ സംഹിതയ്ക്കകത്ത് പറയുന്നുണ്ട്, ആൻ ആക്ട് ഡൺ ബൈ പേഴ്സൺ ഈസ് നോട്ട് ആൻ ഒഫൻസ് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ട് എന്താകുന്നില്ല, ഒഫൻസ് ആകുന്നില്ല. എന്തൊക്കെയാണ്? ഹീ ഷുഡ് നോട്ട് ഹാവ് ഇൻറ്റൻറ്റഡ് ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട്. ഒരു ഗ്രീവിയസ് ഹെർട്ടോ അല്ലെങ്കിൽ ഡെത്തോ കോസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചായിരിക്കില്ല ഒരു കാര്യം ചെയ്തത്. അതുപോലെ തന്നെ പേഴ്സൺ ടു ഹൂം ഹെർട്ട് ഈസ് കോസ്ഡ് ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്ലി കൺസെൻറ്റഡ് ടു സഫർ ഹാം ഓർ ടു ടേക്ക് ദ റിസ്ക് ഓഫ് എനി ഹാം. അപ്പോൾ ഈ കൺസെൻറ്റ് നൽകിയ പേഴ്സൺ എന്താണ്, എക്സ്പ്രസ്ലിയോ അല്ലെങ്കിൽ ഇംപ്ലൈഡിലിയോ അവിടെ ഹാം സഫർ ചെയ്തോളാം എന്ന് എന്ത് ചെയ്യുകയാണ്, കൺസെൻറ്റ് സമ്മതം നൽകുകയാണ്. ഇനി ആരാണോ കൺസെൻറ്റ് നൽകിയത് അവിടെ എന്തായിരിക്കണം, ആ കൺസെൻറ്റ് നൽകിയ വ്യക്തി 18 വയസ്സിന് മുകളിലുള്ള വ്യക്തി ആയിരിക്കണം. 18 വയസ്സിൽ താഴെയുള്ള ആളാണ് കൺസെൻറ്റ് നൽകിയത് എന്നുണ്ടെങ്കിൽ അത് ഈ ഡിഫൻസായിട്ട് കൂട്ടത്തില്ല. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എയും ഇസഡും എന്താണ്, ഒരു അമ്യൂസ്മെൻറ്റിന് വേണ്ടി, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവിടെ ഫെൻസ് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എ എന്തോ ചെയ്തു, ഇസഡിനെ ഈ പറഞ്ഞ ഫെയർ ആയിട്ടുള്ള പ്ലേ നടത്തിക്കൊണ്ടിരുന്നു, അപ്പോൾ ഹെർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, എ ഇവിടെ ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്, ഇവിടെ ഇംപ്ലൈഡ്ലി കൺസെൻറ്റ് നൽകിയിരിക്കുകയാണ്. ഒരു എന്താണ്, ഇവിടെ ഒരു ഹാം ഉണ്ടാകുകയാണെങ്കിൽ അത് സഫർ ചെയ്തോളാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എ എന്തല്ല, പിന്നെ ലയബിൾ അല്ല. സെക്ഷൻ 25 പ്രൊട്ടക്റ്റ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ ദ ഓർഡിനറി ഗെയിം സച്ച് ആസ് ഫെൻസിങ്, ബോക്സിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ് ആൻഡ് ദ ലൈക്ക്. അപ്പോൾ സെക്ഷൻ 25 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഫെൻസിങ്, ബോക്സിങ്, ഫുട്ബോൾ, ക്രിക്കറ്റിലൊക്കെ എൻഗേജ് ചെയ്തവരെ അവർക്കുള്ളൊരു പ്രൊട്ടക്ഷൻ സെക്ഷൻ 25 പറയുന്നുണ്ട്. ഗെയിം പ്ലേ ചെയ്തിരിക്കുന്നത് ഫെയർ ആയിട്ടായിരിക്കണം, കള്ളത്തരത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻറ്റൻഷനോട് കൂടിയോ ഒന്നും ആയിരിക്കാൻ വേണ്ടി പാടില്ല. ഫൗൾ പ്ലേ നടത്താനും പാടില്ല. സെക്ഷൻ 25 ഓഫ് ദ സംഹിത പ്രകാരം ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ഈസ് നോട്ട് ആൻ ഒഫൻസ് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഇനി പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ട് എന്താകുന്നില്ല, ഒഫൻസ് ആകുന്നില്ല. ഏതൊക്കെയാണ്? ഹീ ഷുഡ് നോട്ട് ഹാവ് ഇൻറ്റൻഷൻ ടു കോസ് ഡെത്ത് കോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ആക്ട് ചെയ്തിരിക്കുന്നത് ഗുഡ് ഫെയ്ത്തോട് കൂടിയായിരിക്കണം. ഹാം സഫർ ചെയ്ത വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയും ആയിരിക്കണം. ഇനി ദ പേഴ്സൺ ഹൂ സഫേർഡ് ഹാം ഷുഡ് ഹാവ് ഗിവൺ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കൺസെൻറ്റ് ടു സഫർ ദ ഹാം ഓർ ടു ടേക്ക് ദ റിസ്ക് ഓഫ് ദ ഹാം. ഈ ഹാമിൻ്റെ റിസ്ക് എടുത്തോളാം, അല്ലാന്നുണ്ടെങ്കിൽ ഹാം സഫർ ചെയ്തോളാം എന്നുള്ള എക്സ്പ്രസോ ഇംപ്ലൈഡോ കൺസെൻറ്റ് ഈ വ്യക്തി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്ന വ്യക്തി ഒരു സർജനായിരുന്നു. ഇസഡിനാണെങ്കിൽ അബ്ഡോമിനൽ പെയിൻ വന്നപ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൺസെൻറ്റ് നൽകി. ഡോക്ടറിന് എന്തോ ഉണ്ടായിരുന്നു, നോളജ് ഉണ്ടായിരുന്നു, മേ ബി ഈ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇസഡിൻ്റെ മരണം സംഭവിക്കാം എന്നുള്ളത്. എന്നിരുന്നാലും ഈ അബ്ഡോമിനൽ സർജറി നടത്തിയത് ഗുഡ് ഫെയ്ത്തോടു കൂടിയും ഇസഡിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയുമാണ്. ഇസഡ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ എ എന്തല്ല, ഓഫൻസിന് ലയബിൾ അല്ല. ഇനി സുക്കാറോ കൊബിറാജ് വേഴ്സസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഒരു വ്യക്തിക്ക് എന്തുണ്ടായി, ഒരു ഇൻറ്റേർണൽ പൈൽസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫിസീഷ്യൻ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു, പിന്നെ ഓർഡിനറി ആയിട്ടുള്ള നൈഫാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഓർഡിനറി നൈഫ് വെച്ചിട്ട് ഇൻറ്റേർണൽ പൈൽസ് റിമൂവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ അക്യൂസ്ഡ് എന്ന് പറയുന്നതിന് ആൾക്ക് പിന്നെ മരണം സംഭവിക്കുകയുണ്ടായി, ഈ നൈഫ് ഉപയോഗിച്ചത് കാരണം. അങ്ങനെ അക്യൂസ്ഡിനെ കൺവിക്റ്റ് ചെയ്തു. ഈ എന്തിനു വേണ്ടി, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് ചെയ്തതിന് വേണ്ടി. അപ്പോൾ ഡോക്ടർ എന്നുള്ളൊരു നിലയിൽ അയാൾ പിന്നെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ കോഷനോട് കൂടി, കെയറോട് കൂടി പിന്നെ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, എന്നിട്ടും ആ പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് നോട്ട് റെസ്പോൺസിബിൾ. അതർവൈസ് ഇയാൾ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ആക്ട് വഴിയാണ് അയാളിപ്പം ചിലയിടത്തൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, സർജറി ചെയ്ത് സിസേഴ്സും അതുപോലെ തന്നെ കോട്ടനൊക്കെ വയറിൽ വെച്ചിട്ട് തുന്നിക്കെട്ടി അല്ലെങ്കിൽ സർജറി ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ട് ചെയ്തിട്ട് നമ്മളിവിടെ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇനി ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് സ്കൂളിൽ ഒരു കൊച്ച് തെറ്റ് കാണിച്ചപ്പോൾ അതിനെ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ ചെറിയ തരത്തിലൊരു ശിക്ഷ കൊടുത്തു, അല്ലെങ്കിൽ ചെറിയ തരത്തിലൊരു പണിഷ്മെൻറ്റ് കൊടുത്തു എന്ന് വെക്കുക, ചെറിയൊരു അടിയോ അങ്ങനെ വല്ലതും കൊടുത്തു എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ആ പറഞ്ഞ ടീച്ചർ ലയബിൾ ആകുന്നില്ല. കാരണം കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ആർ വേഴ്സസ് ഗാഡ്
എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്താണ്. സെക്ഷൻ 27 ഓഫ് ദ സംഹിത പ്രകാരം ഒരു ഗാർഡിയൻ്റെ ക്രിമിനൽ ലയബിലിറ്റിയുടെ എക്സംഷനാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി കൺസെൻറ്റ് നൽകി കഴിഞ്ഞാൽ അവിടെ ആ ഗാർഡിയൻ എന്താകുന്നില്ല, ലയബിൾ ആകുന്നില്ല. ഇനി ഗാർഡിയൻ കൺസെൻറ്റ് നൽകിയത് ഈ ചൈൽഡിനോ അൺസൗണ്ടായിട്ടുള്ള മൈൻഡുള്ള വ്യക്തിക്കോ ഒരു ഹാം സഫർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ കൺസെൻറ്റ് നൽകിയിരിക്കുന്നത് ആ വ്യക്തിയുടെയോ കുട്ടിയുടെ ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയായിരിക്കണം. ഓക്കെ, ഈ അൺസൗണ്ടായിട്ടുള്ള വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെയോ ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയാണ് അവിടെ കൺസെൻറ്റ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ ഗാർഡിയൻ എന്താകുന്നില്ല, ക്രിമിനലി ലയബിൾ ആകുന്നില്ല. ഇവിടെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഫാദർ ആയിരുന്നു. ഈ കുട്ടിക്കെന്ന് പറയുന്ന ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു. പിന്നെ അതെന്താണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കാനും കാരണമാണ്. അപ്പോൾ ഇവിടെ ഡോക്ടറിന് സർജറി ചെയ്യാൻ വേണ്ടി കൺസെൻറ്റ് നൽകുകയാണ് ഉണ്ടായത്. ഫാദറും സർജനും അവെയർ ആയിരുന്നു മേ ബി ഈ സർജറി നടത്തി കഴിയുമ്പോൾ ഈ കുട്ടിയുടെ മരണം സംഭവിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയാണ് ഫാദർ ഇവിടെ കൺസെൻറ്റ് നൽകിയത്. അപ്പോൾ കുട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടിയും കൂടാണ്. അങ്ങനെ ഈ സർജറി നടന്നുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നപ്പം ഈ കുട്ടി മരിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ എയും ഈ ഡോക്ടറും ഈ ഒഫൻസിന് ലയബിൾ അല്ല. സെക്ഷൻ 27 പ്രകാരം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. ഇനി സെക്ഷൻ 28 പ്രകാരം ഒരു വ്യക്തി നൽകിയ കൺസെൻറ്റ് അല്ല ഈ പറയുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കൺസെൻറ്റ് നൽകിയത് കൺസെൻറ്റായിട്ട് കൂട്ടാൻ വേണ്ടി കഴിയത്തില്ല. ഏതൊക്കെ സാഹചര്യമാണ്? ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് കൺസെൻറ്റ് നൽകിയ വ്യക്തി ഒരു ഇഞ്ചുറി സംഭവിക്കാം എന്നുള്ളൊരു നിലയിൽ അതിൻ്റെ ഫിയറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫാക്റ്റ് തെറ്റിദ്ധരിച്ചിട്ടോ ആണ്. ആ 2 രീതിയിലാണ്. എന്ത് ഒരു കൺസെൻറ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഞ്ചുറി പറ്റാം എന്നുള്ളൊരു ഫിയറിലോ അല്ലെങ്കിൽ ഫാക്റ്റിൻ്റെ അകത്തെ മിസ്കൺസെപ്ഷൻ പ്രകാരമോ ആണ് കൺസെൻറ്റ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ അത് കൺസെൻറ്റായിട്ട് കൂട്ടാൻ വേണ്ടി കഴിയത്തില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് ആ പറഞ്ഞ കൺസെൻറ്റ് നൽകിയത് ഒരു അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇൻടോക്സിക്കേഷൻ്റെ പുറത്തോ ആണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് കൺസെൻറ്റ് നൽകി കഴിഞ്ഞാൽ ആ കൺസെൻറ്റിൻ്റെ നേച്ചറോ കൺസെൻറ്റ് നൽകി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോൺസിക്വൻസസോ അറിയാതെയാണ് കൺസെൻറ്റ് നൽകിയത് എന്നുണ്ടെങ്കിൽ അതും കൂട്ടത്തില്ല. പിന്നെയെന്ന് പറയുന്നത് 12 ഇയേഴ്സിന് താഴെയുള്ളൊരു മൈനറാണ് കൺസെൻറ്റ് നൽകിയത് എന്നുണ്ടെങ്കിൽ അതും കൺസെൻറ്റായിട്ട് കൂട്ടില്ല. ഇവിടെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സ്നേക്ക് ചാമർ എന്ന് പറയുമ്പോൾ ഒരു പാമ്പാട്ടി പറഞ്ഞു ഈ സ്നേക്ക് ബൈറ്റിൽ നിന്നും ക്യൂർ ആവാൻ വേണ്ടി പിന്നെ ഇതുകൊണ്ടൊക്കെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാൽ മതി, അത് അതിന് മാജിക്കൽ പവേഴ്സൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് കടിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുകയാണ്, വോളണ്ടിയറായിട്ട് ഈ പോയിസണസ് കോബ്രയെ കൊണ്ട് കടിപ്പിച്ച് ബി എന്ന് പറയുന്ന വ്യക്തി എന്തോ ചെയ്തു, മരിച്ചുപോയി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ബി എന്ന് പറഞ്ഞ വ്യക്തി സ്നേക്കിനെ കൊണ്ട് കടിപ്പിക്കാൻ വേണ്ടി കൺസെൻറ്റ് നൽകി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ ഒരു മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്റ്റ് ആയിരുന്നു. ഓക്കെ, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത് കടിപ്പിച്ചത്. ഇറ്റ് വാസ് ഓൺ ദ ബിലീഫ് ദാറ്റ് എ ഹാഡ് ദ പവർ ടു ക്യൂർ സ്നേക്ക് ബൈറ്റിൽ നിന്നും ക്യൂർ ആകും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബി ഓക്കെ പറഞ്ഞത്. എ എന്ന് പറയുന്നത് ഈ ഫാക്റ്റിനെ പറ്റി അവെയർ ആയിരുന്നു. അങ്ങനെ ഈ മിസ്കോൺസെപ്ഷൻ്റെ കോൺസിക്വൻസസ് ആയിട്ടാണ് കൺസെൻറ്റ് നൽകിയത്. എ എന്ന് പറയുന്നത് ഒഫൻസ് ചെയ്തു എന്നുള്ളൊരു നിലയിൽ പിന്നെ ലയബിളാണ്. അതുപോലെ തന്നെ 105 കൾപ്പബിൾ ഹോമിസൈഡ്, 106 ഡെത്ത് കോസ്ഡ് ബൈ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് IPCയിലാണ്. അതുവഴി ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു ആ പറഞ്ഞ പാമ്പാട്ടിക്ക്. ഓക്കെ, ദ ഫാക്ട് ഓഫ് ദ പ്രോബ്ലം ആർ ടേക്കൺ ഫ്രം ഡിസൈഡഡ് കേസ്. അപ്പോൾ ക്യൂൻ വേഴ്സസ് പൂനെ ഫത്തേമ എന്ന് പറഞ്ഞ കേസിൽ നിന്നും എടുത്ത ഫാക്റ്റാണ് നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ആക്ട് ഡൺ വിത്തൗട്ട് കൺസെൻറ്റ് ഇല്ലാതെ ഒരു ആക്ട് ചെയ്യുന്നു. സെക്ഷൻ 30 ഓഫ് ദ സംഹിത പ്രകാരം ഒരു ഗുഡ് ഫെയ്ത്തോടു കൂടി മറ്റൊരു വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടി അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല, ഒരു ഒഫൻസ് അല്ല. അപ്പോൾ ഈ സെക്ഷൻ 30 അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത് ഗുഡ് ഫെയ്ത്തോടു കൂടിയായിരിക്കണം. അതുപോലെ തന്നെ മറ്റേ വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം. ഓക്കെ, ഈ ഹാം സഫർ ചെയ്ത വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം ഇവിടെ ഒരു ആക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ
കൺസെൻറ്റ് നൽകാൻ വേണ്ടി ആ വ്യക്തിക്ക് ഈ സഫർ ഹാം ചെയ്ത വ്യക്തിക്ക് കൺസെൻറ്റ് നൽകാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഒരു പക്ഷേ അയാൾ മൈനറാകാം, ഇൻസെയിൻ ആകാം, അല്ലെങ്കിൽ അൺകോൺഷ്യസ്നെസ് കാരണമോ ഒക്കെ അയാൾക്ക് കൺസെൻറ്റ് നൽകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അയാളുടെ ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയാണ് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ ആക്ട് ചെയ്ത വ്യക്തി എന്താകുന്നില്ല, ലയബിൾ ആകുന്നില്ല. സെക്ഷൻ 30 ഓഫ് BNS-നകത്താണ് അത് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളിൽ പറയുന്നത്, എ എന്ന് പറയുന്ന ഒരു ചൈൽഡ് ഹൈവേയിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ ഇവിടെ ഈ കുട്ടിയെ കുറേ പേര് ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഡോക്ടർ അവിടെ കണ്ടെത്തി ഈ കുട്ടിക്ക് ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് സീരിയസ് ആണ്, ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഡെത്തിലേക്ക് സംഭവിക്കാം എന്ന് മനസ്സിലായി. അങ്ങനെ ഇവിടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സമയം പോലും ഇല്ലായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ നടത്തിയേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഗുഡ് ഫെയ്ത്തോടു കൂടി ചൈൽഡിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഈ ഡോക്ടർ എന്തോ ചെയ്തു, ഒരു ഓപ്പറേഷൻ നടത്തി. അതിൻ്റെ കാരണം ഈ കുട്ടി മരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ എന്ന് പറയുന്നത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം കുട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ഡോക്ടർ ഇവിടെ ഇങ്ങനെ ഒരു ആക്ട് ചെയ്തത്. ജനറൽ ഡിഫെൻസിൽ വരുന്ന അടുത്തതാണ് കമ്പൽഷൻ. സെക്ഷൻ 32 ഓഫ് ദ സംഹിതയ്ക്കകത്താണ് പറയുന്നത്, ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല, അല്ലെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും എക്സെപ്ഷൻ കിട്ടുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഇൻസ്റ്റൻറ്റ് ഡെത്ത് സംഭവിക്കാം എന്നുള്ള പേടിയിലാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറയുകയാണ് നിന്നെ കൊല്ലാൻ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ത്രെട്ടിൻ്റെ പുറത്ത് ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ക്രൈമിന് അയാൾ ലയബിൾ ആകുന്നില്ല. ഹെർട്ടോ ഗ്രീവിയസ് ഹെർട്ടോ സഫീഷ്യൻ്റ് അല്ല, പക്ഷേ എന്തായിരിക്കണം അവിടെ, ത്രെട്ട് ഓഫ് ഇൻസ്റ്റൻറ്റ് ഡെത്ത് ആയിരിക്കണം. എങ്കിലേ അവിടെ എന്ത് കിട്ടത്തുള്ളൂ, ഈ ഒരു ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും എക്സംഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഡെത്ത് സംഭവിക്കാം എന്നുള്ള ത്രെട്ട് കാരണം അയാൾ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ത്രെട്ടിൻ്റെ സമയത്ത് അവിടെ റീസണബിൾ അപ്രഹെൻഷൻ അവിടെ ഒരു ഫിയർ ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു റീസണബിളായിട്ടുള്ളൊരു കോസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവിടെ എന്താകുന്നുള്ളൂ, ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ ആപ്ലിക്കബിളായിട്ട് വരുന്നുള്ളൂ. വെറുതെ നമ്മൾ പറഞ്ഞാൽ പോരാ, അത് പ്രൂവ് ചെയ്യണം അങ്ങനെ ഒരു റീസണബിളായിട്ടുള്ള കോസ് ഓഫ് അപ്രഹെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം. എന്തിനു വേണ്ടി, ഇൻസ്റ്റൻറ്റ് ഡെത്ത് സംഭവിക്കും എന്നുള്ളൊരു നിലയിൽ. ഹി ഷുഡ് നോട്ട് ഹാവ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് മർഡർ ഓർ ഒഫൻസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് പണിഷബിൾ ബൈ ഡെത്ത്. അതുപോലെ തന്നെ എന്തായിരിക്കാൻ വേണ്ടി പാടില്ല, അയാൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മർഡറോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഒഫൻസോ ആയിരിക്കാൻ വേണ്ടി പാടില്ല കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അയാൾ ഒരു ഡക്കോയിറ്റ് ഗ്യാങ്ങിൻ്റെ കൂടെ അവരുടെ ക്യാരക്ടർ അറിഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി പാടില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ ഗ്യാങ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി, അല്ലാന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് വെച്ചിട്ട് ഒരു ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയോ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്തല്ല, അയാൾ ആ ഒഫൻസിന് ലയബിൾ ആകുന്നില്ല. ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിനെ ഒരു ഡക്കോയിറ്റ് ഗ്യാങ് പിടിച്ചു വെച്ചു. അയാളുടെ ഇൻസ്റ്റൻറ്റ് ഡെത്ത് സംഭവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അയാളെ ഫോഴ്സ് ചെയ്ത് അയാളുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ ഡോറ് തുറപ്പിക്കുകയാണ്. എന്നിട്ട് അകത്ത് കയറി അവരുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിന് ലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മിത്ത് ലയബിൾ അല്ല. കാരണം അയാൾ കമ്പൽഷൻ വഴിയാണ് അത് ചെയ്തത്. അപ്പോൾ കമ്പൽഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ആവാൻ വേണ്ടി പാടില്ല, ഒരു ഇൻസ്റ്റൻറ്റ് ഡെത്ത് സംഭവിക്കും എന്നുള്ളൊരു നിലയിലായിരിക്കണം അവിടെ ത്രെട്ട് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ ഒരാളെ മർഡർ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കാര്യമോ ആയിരിക്കാൻ വേണ്ടി പാടില്ല ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ഒരു ഡക്കോയിറ്റ് ഗ്യാങ്ങിൻ്റെ കൂടെ കൂടുകയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. പക്ഷേ അവിടെ അയാളുടെ ഇൻസ്റ്റൻറ്റ് ഡെത്ത് സംഭവിക്കും എന്നുള്ളൊരു നിലയിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ഡക്കോയിറ്റ് ഗ്യാങ് കൊണ്ടുപോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താകുന്നില്ല, ലയബിൾ ആകുന്നില്ല.
ജനറൽ ഡിഫൻസിൽ വരുന്ന അടുത്തതാണ് ട്രിഫിൾസ്. ട്രിഫിൾസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗ്ലിജിബിൾ റോങ്ങോ അല്ലെങ്കിൽ ഒഫൻസോ ആയിരിക്കും. അത് ട്രിവിയൽ ക്യാരക്ടർ ആയിരിക്കും. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിസ്സാരമായിട്ടുള്ള ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഹാം ആയിരിക്കും. ഇതൊരു വെൽ നോൺ മാക്സിം ആയിട്ടുള്ള ഡി മിനിമസ് നോൺ കുറക്ട് ലെക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ലോ ഡസ് നോട്ട് കൺസേൺ വിത്ത് ഒഫൻസ് ഓഫ് എ ട്രിവിയൽ ക്യാരക്ടർ. ട്രിവിയൽ ക്യാരക്ടറിലുള്ള ഒരു ഒഫൻസിനെ ആണെങ്കിൽ നിയമത്തിൽ എന്ത് ചെയ്യുന്നില്ല, കൺസേൺ ചെയ്യുന്നില്ല, വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. സെക്ഷൻ 33 ഓഫ് ദ സംഹിതയ്ക്കകത്താണ് ഡിഫൻസ് ഓഫ് ട്രിഫിൾസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 33 പറയുന്നുണ്ട് ഒരു ആക്ട് എന്താകുന്നില്ല, ഒഫൻസ് ആകുന്നില്ല എപ്പോൾ ആ ഒരു ഹാമെന്ന് പറയുന്നത് സ്ലൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഓർഡിനറി സെൻസ് ഉള്ളവരോ ടെമ്പർ ഉള്ളവരോ ഒന്നും സാധാരണയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാറില്ല. ഓക്കെ, ഈ ഡിഫൻസ് എന്ന് പറയുന്നത് അവൈലബിൾ ടു ദ അക്യൂസ്ഡ് ഈവൻ ദോ ഹി ഹാസ് ഇൻറ്റൻറ്റഡ് ടു ഇൻഫ്ലിക്റ്റ് സച്ച് എ ഹാം. അപ്പോൾ ഇവിടെ ഹാം എന്തായിരിക്കണം? ട്രിവിയൽ ക്യാരക്ടറിലുള്ളതായിരിക്കണം, വളരെ നിസ്സാരമായിട്ടുള്ളതായിരിക്കണം, വലിയ രീതിയിലല്ല, നിസ്സാരമായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ട്രിഫിൾസിലാണ് കണക്കാക്കുന്നത്. അതൊരു ഡിഫൻസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇനി വേദ മിനേസസ് വേഴ്സസ് യൂസഫ് ഖാൻ എന്ന് പറഞ്ഞ കേസുണ്ട്. കേസിൻ്റെ അകത്ത് ഒരു വലിയ തരത്തിലൊരു വഴക്ക് നടന്നതിന് ശേഷം അക്യൂസ്ഡ് എന്തോ ചെയ്തു, അയാളുടെ കയ്യിലിരുന്ന ഫയൽസ് വലിച്ചെറിഞ്ഞപ്പോൾ ഈ കംപ്ലൈൻറ്റിൻ്റെ ചെറിയ സ്ക്രാച്ച് സംഭവിച്ചു. അപ്പോൾ ലോവർ കോടതി ഇവിടെ എന്തോ ചെയ്തു, അക്യൂസ്ഡിനെ വെറുതെ വിട്ടു. ആ ഹാമെന്ന് പറയുന്നത് ട്രിവിയലാണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയും ആ സെയിം ഫൈൻഡിങ്സ് കൺഫേം ചെയ്തു. നാരായണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് സർവോദയ വർക്കേഴ്സ് ഈ പീപ്പിളിനെ ആൽക്കഹോൾ അല്ലെങ്കിൽ ലിക്കറൊക്കെ ഉപയോഗിക്കുന്ന അതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുകയായിരുന്നു. അപ്പോൾ എന്തോ ചെയ്തു, ലിക്കർ ഷോപ്പിലൊക്കെ പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് വേണ്ടി ഈ ലിക്കർ ഷോപ്പ് എന്തോ ചെയ്തു, പിക്കറ്റ് ചെയ്തു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ സെക്ഷൻ 33 അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ്. ഹൈക്കോർട്ട് എന്തോ ചെയ്തു, ഈ പ്രോസിക്യൂഷൻ ക്വാഷ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അനൂപ് കൃഷ്ണ ശർമ്മ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് അക്യൂസ്ഡ് എന്തോ ചെയ്തു, കംപ്ലൈൻറ്റിനെ ഒരു ഫാക്ടറിയിൽ ഷട്ടർ ഇട്ട് ലോക്ക് ചെയ്തു. അവിടെ നിന്ന് പറയുന്നത് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ് എന്നുണ്ടെങ്കിലും അക്യൂസ്ഡിനെ എന്തോ ചെയ്തു, കോടതി വെറുതെ വിട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഫ്രീഡം ഒരു ചെറിയ ഒരു സമയത്തേക്ക് മാത്രമാണ് അയാളെ ഷട്ടറിൽ ഇട്ട് ലോക്ക് ചെയ്ത് അവിടെ നിർത്തിയിരുന്നത്. അവിടെ മിനിമൽ ഹാം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ജസ്റ്റ് കുറച്ച് നേരം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പിന്നെ റിലീസ് ചെയ്തു. അപ്പോൾ ട്രിവിയൽ ക്യാരക്ടർ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള നിസ്സാരമായിട്ടുള്ള ഹാമാണ് എന്നുണ്ടെങ്കിൽ ട്രിഫിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫൻസാണ് ഉപയോഗിക്കുന്നത്. സെക്ഷൻ 33 ഓഫ് BNS.